ഇനിയിപ്പോൾ BJP NDA ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള പ്രകടനം അവരുടെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് ഏതായാലും നേരത്തെ തന്നെ അറിഞ്ഞതാണ്. 3 സീറ്റുകൾ ലഭിച്ചു. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ കണക്ക് കൂട്ടിയതിൻ്റെ അത്രത്തോളം വന്നിട്ടില്ല. അവർ ഒരുപക്ഷെ 8 സീറ്റുകൾ വരെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 3 സീറ്റുകൾ എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല പെർഫോമൻസ് ആണ് BJP NDA ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നത്. നല്ല പെർഫോമൻസ് ആണ്. 3 സീറ്റുകൾ അവർക്ക് നേടാനാകുന്നു. അത് നിയമമാണ് ഒന്ന്, കഴക്കൂട്ടം, ചാത്തന്നൂറാണ്. അതിൽ നിയമവും കഴക്കൂട്ടവും ആവർത്തിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. ചാത്തന്നൂർ പക്ഷേ അവരുടെ A+ മണ്ഡലം തന്നെയായിരുന്നു. അത് വളരെ നല്ല കൺസിസ്റ്റന്റ് ആയ പെർഫോമൻസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ചാത്തന്നൂരിൽ അവർ കാഴ്ചവെച്ചിരുന്നു. അങ്ങനെ ഇത്തവണ ബി ഗോപകുമാറിലൂടെ ചാത്തന്നൂർ മണ്ഡലം അത് NDA പക്ഷത്തേക്ക്, BJP പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. NDAയുടെ വോട്ട് ഷെയർ എന്താണ് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരിശോധിക്കാം. അത് 11.45% NDAയുടെ വോട്ട് ഷെയർ. ദിലീപ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് നേടുമ്പോഴാണ് NDAയുടെ പോളിംഗ് പെർസെന്റേജ് 11.45. പക്ഷെ കഴിഞ്ഞ തവണ അത് 12.41 ആയിരുന്നു. അപ്പോൾ ഇത്തവണ കുറയുകയാണ്. 3 സീറ്റ് നേടുന്നു എന്ന് പറയുമ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് പക്ഷേ NDAക്ക് കുറയുകയാണല്ലേ? അതെ, വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നുണ്ടെങ്കിലും നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ അവർക്ക് നേരത്തെ 2016 1 സീറ്റ് മാത്രമുണ്ടായിരുന്നു. O രാജഗോപാൽ നേമത്ത് വിജയിച്ചു. അതിനുശേഷം 2021 നേമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നാണ് CPIM നേതാക്കൾ പറഞ്ഞിരുന്നത്. അതായത് V ശിവൻകുട്ടി അക്കൗണ്ട് റീഓപ്പൺ ചെയ്തിരിക്കുന്നു BJP എന്നുള്ളതാണ്. പക്ഷേ ദിലീപ്, ഇതിൽ കൗതുകകരമായ ഒരു കാര്യം NDAയുടെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ടുണ്ട്. 2016 ഏറ്റവും നല്ല പെർഫോമൻസ് NDAക്ക് BJPക്ക് കാഴ്ചവെക്കാനായത്. അത് 16.6% അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് ആകെ. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുന്നത്. 2021 എത്തുമ്പോൾ അക്കൗണ്ട് പൂട്ടുന്നു. അതിനോടൊപ്പം തന്നെ 12.41 വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നുണ്ട്. പക്ഷേ 3 സീറ്റ് നേടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 11.45% അത് കുറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.